ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നതേ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ 2-3 ദിവസം ലാഗായിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ഒരു വീഡിയോയാണ് കേട്ടോ. അതായത് രാവിലെ നമുക്ക് സാധാരണ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു തവണ കേട്ടോ അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഇടയിൽ നമ്മുടെ തേജുവിന് ചോറ് കൊടുക്കുന്ന സമയത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ 3ാമത്തെ പ്രാവശ്യം കേട്ടോ ഇതിപ്പോൾ പോണത്. സംഭവം 7 കൊല്ലമെങ്കിലും കൂടിയിട്ട് ആകെ 3 തവണയെ പോയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത സമയത്ത് എന്തായാലും പോകണമെന്ന് പ്ലാൻ ഇട്ടതാണ് കേട്ടോ. കുറച്ച് ലോങ് ആണല്ലോ നമുക്കിവിടെ പട്ടാമ്പിയിൽ നിന്ന് പോവുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നേക്ക് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ, തൃശ്ശൂർക്ക്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ വേഗം എനിക്ക് ചായ കുടിച്ചു കിട്ടും. അപ്പോൾ അമ്മ ഇഡ്ഡലിയും ദോശയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഇഷ്ടമുള്ളവർക്ക് ഇഡ്ഡലി, ദോശ ഉള്ളവർക്ക് ദോശ ഇഷ്ടമുള്ളവർക്ക് ദോശ കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമായി കാരണം രണ്ടൊന്നും ഞാൻ ഓരോന്ന് ചെയ്തെടുത്തു കിട്ടാ. പിന്നെ ഇതേ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ വേഗം ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണത് ഞാനും വിൻചേട്ടനും ആദർശും അമ്മയും കൂടിയിട്ട് പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ ഞങ്ങൾ വരാൻ പറഞ്ഞ് കുറേ നിർബന്ധിച്ചിട്ട് ഇതേ അച്ഛൻ എന്നാൽ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മമ്മ അതേ ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ളത് അവിടെ ആക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മ ഉള്ളൊരു ധൈര്യത്തിലാണ് അമ്മ വരണത്, അല്ലെങ്കിൽ അമ്മ വരുന്നില്ല കേട്ടോ. സാധാരണ അമ്മ ഇങ്ങോട്ടും വരില്ല ഞങ്ങൾ പോകുമ്പോൾ. ഇപ്പോൾ അമ്മമ്മ ഉണ്ട് ലോറിയുടെ അടുത്ത്. അപ്പോൾ പിന്നെ അമ്മ വരാമെന്നും പറഞ്ഞു. പിന്നെ ആദർശും വിൻചേട്ടനും തേജൊക്കെ കൂടിയിട്ട് ഇതേ നമ്മുടെ വണ്ടി എടുക്കാൻ പോയേക്കുക കേട്ടോ. അവിടെ അപ്പുറത്ത് പീസായിട്ടിൻ്റെ വീട്ടിലിട്ടേക്കുന്നത് വണ്ടി എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ അമ്മയുടെ സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതായത് ആര്യയുടെ സാരി തമ്മിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആര്യ ഇത് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതേ വണ്ടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ നേരെ പോകട്ടെ. അപ്പോൾ കുറച്ച് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോവാച്ചാൽ വലിയ ദൂരമില്ല കേട്ടോ. അതായത് വടക്കാഞ്ചേരി കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് വരുമ്പോണ്ടല്ലോ അയ്യോ എന്തോരം ദൂരാന്നറിയോ തോന്നുക. ഇരുന്നിരുന്നൊരു മടുപ്പ് തോന്നും നമുക്ക്. പക്ഷെ ഇവിടുന്ന് നമുക്ക് പോകുമ്പോൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയിട്ടാ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ആര്യമ്പാടൊക്കെ എത്തണമല്ലോ കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ. അപ്പോൾ 2 വഴിയുണ്ട്. ഞങ്ങൾ കല്യാണം കഴിയുന്ന സമയത്ത് കഴിക്കണം ആ ദിവസം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കേട്ടോ കട്ട് ചെയ്തിട്ട് ഈ ഒരു അമ്പലത്തേക്ക് എത്തിപ്പെട്ടത്. അയ്യോ അതൊരു വലിയ കഥയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൽ എത്തിപ്പെട്ടത്. കാരണം ഞങ്ങളുടെ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം അമ്പലങ്ങളൊക്കെ ഒരുവിധം അമ്പലങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത്. ലാസ്റ്റ് ഞങ്ങൾ കറങ്ങി തപ്പി ഏതെങ്കിലും ഒരു അമ്പലം എന്ന് വിചാരിച്ചിട്ട് എത്തിയതാണ് നമ്മൾ ഈ ഒരു അമ്പലത്തേക്ക്. അത് നമ്മൾ ലവ് സ്റ്റോറി ഒക്കെ പറയുകയാണെങ്കിൽ പറയാട്ടോ എത്തിപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു അമ്പലം. കാരണം എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് എത്തിയൊരു അമ്പലമാണ് ഇത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം. പിന്നെ അതും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ കല്യാണങ്ങളൊന്നും അങ്ങനെ നടന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നടന്ന കല്യാണം ഞങ്ങളുടെന്നാണ് അവർ പറഞ്ഞത്. ഏറ്റവും ഫസ്റ്റ് ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ താലി കെട്ടിയേക്കണത് ഞാനും വിൻചേട്ടനുമാണ് ഇത്രേ. അതിനുശേഷം ഇപ്പോഴത്തെ ഇവിടെ കല്യാണങ്ങൾ നടക്കുന്നുണ്ടെന്നും കൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അതിശയം. ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഫസ്റ്റ് ഒരു വട്ടം അതായത് തേജുവിന് ചോറ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ചോറ് കൊടുക്കാനല്ല, ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകില്ല അമ്പലങ്ങൾക്ക്. അപ്പോൾ ഒന്ന് തൊഴിയിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അമ്പലത്തിലെ പൂജാരി ആയിക്കോട്ടെ ശാന്തി എല്ലാവർക്കും ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതിശയായി. അപ്പോൾ അവരിത്രയും നമ്മളെ ഓർത്ത് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. കാരണം ഈ അമ്പലത്തിൽ ഫസ്റ്റ് താലി കെട്ടിയത് ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങളെ നല്ല ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് തേജുവിന് 3 വയസ്സുള്ളപ്പോൾ ഇതുപോലെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ കേട്ടോ. അന്നാണ് ഞങ്ങൾ പിന്നെ വന്നേക്കണത്. ഇവിടെ കേട്ടോ ഞങ്ങൾ താലി കെട്ടിയത്. ഇവിടെ നിന്നിട്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ല നടറ ഇവിടെ നിന്നിട്ട് കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അയ്യങ്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ഇത്. അതായത് പുല്ലാനിക്കാട് എന്നൊക്കെ പറയും അവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് വെച്ചിട്ടായിരുന്നു എന്നെ ഡ്രസ്സ് മാറ്റിച്ചത്, എന്നെ പവർ പിടിച്ചതൊക്കെ ഈ ഒരു സൈഡ് റൂമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലപ്പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ. എനിക്കിപ്പോഴും അതേട്ടോ അയ്യങ്കുളം മഹാവിഷ്ണു ക്ഷേത്രം എന്നറിയാം. കറക്റ്റ് പ്രോപ്പർ പ്ലേസോ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇതെന്താണോ കേട്ടോ ആദർശ് കണ്ണാടി നോക്കിയിട്ട് എന്തോ ചെയ്യണം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. താടി മീശയൊക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. പക്ഷെ എന്തൊക്കെയോ പോസിറ്റീവ് ആയതുകൊണ്ട് കാട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ റോട്ടിൽ കൂടെ ഞങ്ങൾ പാസ് ചെയ്യുമ്പോഴായിരുന്നു ഈ ഒരു അമ്പലം കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ തുറന്ന് കണ്ടപ്പോൾ നിർത്തി അങ്ങനെ വന്നിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ താലി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് പിന്നെ അതായത് നമ്മൾ തേജുവിന് 3 വയസ്സുള്ളപ്പോൾ ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ തൊഴാൻ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാദിനം അങ്ങനെ എന്താ നടന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടുത്തെ അവരൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതെന്താ അവർ ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും ഓടി വരുന്ന വെച്ചിട്ട് ഞങ്ങളിങ്ങനെ അന്ന് കേട്ടോ 3 വർഷം മുന്നേ ഞങ്ങളിങ്ങനെ കുറച്ചേരം സ്റ്റക്കായിട്ടോ. പിന്നെയാണ് അവിടുത്തെ ശാന്തി ഇവരൊക്കെ ഒന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു. നിങ്ങളിവിടെ കല്യാണം കഴിച്ചവരല്ലേ, ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. അന്നാണ് ഞങ്ങൾ അറിയണത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു നിങ്ങളുടെയാണ് ഫസ്റ്റ് മാരേജ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ കല്യാണങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു
കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിട്ട്, അപ്പോൾ ഞാനും വിൻചേട്ടനും ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ്. എന്തൊരു ഭയങ്കര അതിശയമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങോട്ട് തൊഴാൻ വരാൻ സാധിക്കണേന്നാണ് ഇപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടോ. വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, കാരണം അത്രയും ലോങ് ആണ്. പക്ഷേ ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് എല്ലാ വർഷവും വരാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ ആഗ്രഹമുള്ളത്. അങ്ങനെ അതേ നമ്മൾ ഇവിടെ വണ്ടിയും കൂടി പൂജിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഇവിടുന്നാലോ, അപ്പോൾ പിന്നെ ഇതും കൂടി ഇവിടുന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും തൊഴാൻ വന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു കേട്ടോ, ഇനി അടയ്ക്കാറായോ, കാരണം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 11 മണിക്ക് ആവാറായി ഉണ്ടായിരുന്നു. അപ്പോൾ അടയ്ക്കാറായോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് വിൻഷേട്ടൊന്ന് ചോദിച്ചു കേട്ടോ, വണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് പൂജിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അതിനെന്താ പൂജിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂജാരി പൂജിച്ച് തരലും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. ഭയങ്കര ഒരു ഐശ്വര്യം പോലെ ഞങ്ങൾക്ക് തോന്നി. കാരണം ഞങ്ങളതിനൊക്കെ അത്രയും നന്നായിട്ട് നന്നായി സംസാരിച്ച് എല്ലാത്തിനൊപ്പം നിന്ന് അവിടെ ശാന്തിയും എല്ലാവരും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ അവരെ നിന്നും. അപ്പോൾ ഞങ്ങളെല്ലാം അത്രയും ഓർത്തിരുന്നപ്പോഴും അതൊക്കെ ഭയങ്കര അതിശയമായിട്ട്. അച്ഛനും അമ്മയും എല്ലാവരും അതേട്ടാ, നിങ്ങളെന്നെ നല്ല ഓർമ്മയിൽ ഇപ്പോഴും മറന്നിട്ടില്ലേ. ഞങ്ങളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ശാന്തി ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കേട്ടാ, ഞങ്ങളോട് ഇങ്ങോട്ട് അറിയുമോ എന്നാണ് ചോദിക്കണത്. അപ്പം ഞങ്ങൾ അയ്യോ ഞങ്ങളതിനെ ഓർമ്മ ഉണ്ടല്ലോ, അതെന്തോ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ വണ്ടിക്കത് നല്ല ഭംഗിയിൽ ഐശ്വര്യത്തോട് കൂടി ഇതേ പൂജിച്ച് തന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേജുവിൻ്റെ പണിയാണ് ഈ സൺറൂഫ് തുറന്ന് കാണിച്ചു കൊടുക്കൽ. അതായത് ആ ഒരു ഭംഗി കാണിച്ചു കൊടുക്കുകയാണ് കുട്ടി അച്ചാച്ചനും അമ്മമ്മയ്ക്കും ഒക്കെ. ഏട്ടങ്ങടൊക്കെ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റൈൽ കാട്ടുകയാണ്, വേറെ ഒന്നല്ലേ. പിന്നെ നമ്മളങ്ങനെ എത്തിയും വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കഴിഞ്ഞ് ഞങ്ങളുടെ ആ ഒരു ഏരിയ കേട്ടോ, കുറാഞ്ചേരി എന്ന് പറയും. അവിടെ എത്തനേക്കാൾ മുന്നേ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡ് നമ്മുടെ കരിക്കില്ലേ, ആ തേജ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കിടന്ന് തേജ് ഉറങ്ങിയേക്കാണെങ്കിൽ കരിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻചേട്ടാ തണുത്ത് എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ നിൽക്കുക കേട്ടോ. കാരണം അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പൂജാരി പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം കുറച്ച് ചൂടുള്ള പായസമായിരുന്നു, പ്രസാദമല്ല. അപ്പോൾ എല്ലാവരും അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ പായസമൊക്കെ കുടിച്ചിട്ട് ഒരു വേറെ ഇതിലിരിക്കുമായിരുന്നു. അപ്പോൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഇത് ഇവിടെ സൈഡാക്കിയേക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ട്രെയിൻ പോണ് കണ്ടോ. അത് നമ്മുടെ നല്ലൊരു ഏരിയ ആട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ ആ ഒരു വ്യൂ എന്ന് പറയണത് നല്ല രസം അവിടെ നിൽക്കുക. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു വട്ടം നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ വിഷ്ണുവിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും ആദർശവും ആയിരിക്കും കൂടിയിട്ട്. അപ്പോൾ അതേ സെയിം സ്പോട്ടിൽ ഇതേ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ തേജുവോ? അങ്ങനെ റോട്ടിൽ ഇവിടെ നിർത്തിയിട്ട് അതേ സ്ഥലമാണ് ഇത് കേട്ടോ, ആര്യമേമയും കൂടിയിട്ട്. അപ്പോൾ അതേ അപ്പുറത്ത് കൂടെ ട്രെയിൻ പോണ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഈ സൈഡിൽ നിറച്ച ചെടികളൊക്കെ കൊടുത്തിട്ടേ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു റോഡ്. അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും ഇതേ നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതേ കുടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൽ ഭയങ്കര ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടേ നല്ലൊരു ഭയങ്കര ചൊടിയത് കുടിക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റുമാണ്. നമുക്കൊരു ആശ്വാസം കിട്ടും സത്യം പറഞ്ഞാൽ. എൻ്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞിരുന്നായിരുന്നു ആളായിട്ട്, അമ്മയ്ക്ക് ഷുഗറുള്ള കാരണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തതായിരുന്നു. അപ്പം അമ്മ നല്ലൊരു ആശ്വാസം നമുക്ക് ആ ഇഞ്ചിയും പിന്നെ ചൂടൊക്കെ അല്ല, അതുകൊണ്ട് നമുക്ക് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പം അമ്മ അതേ അമ്മയ്ക്ക് തേജുവിന് കൊടുത്തതിൻ്റെ പകുതിയും കുടിച്ചു, പിന്നെ അമ്മയ്ക്ക് ഇത് കൂടിയും പറഞ്ഞിട്ട് അതും കൂടിയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. അച്ഛന് അമ്പലത്തേക്ക് പോവും. പിന്നെ ഭയങ്കര ക്ഷീണം, അത് പിന്നെ എവിടെ പോയി വന്നാലും ക്ഷീണം മുമ്പിൽ നിൽക്കൂട്ടാ. എന്താണാവോ പ്രായമായി വരണോണ്ടോ തോന്നുന്നു, ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പം എൻ്റെ അമ്മ അത് ഓടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞത് ചെക്കൻ്റെ അടുത്തേക്കാ, ചെറുതിൻ്റെ അടുത്തേക്ക്. വേറെ ഒന്നല്ല, അമ്മയ്ക്കിപ്പോൾ തീരെ ആളനെ മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ്. എങ്ങടേലും ഒന്ന് തിരിഞ്ഞപ്പം വന്നു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അടുത്ത് പോയി കിടക്കും കുറേ നേരം. ഭയങ്കര മിസ് ചെയ്യണ പോലെയാണ് കേട്ടോ. അപ്പം അമ്മ അതേ ഡ്രസ്സൊക്കെ മാറി പിന്നെ അതേ ഇതൊക്കെ ഊരി പിന്നെ എൻ്റെ ചാർജറും സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ നല്ല ഉറക്കാട്ടോ, നല്ല ഉറക്കാടുന്നു. അമ്മമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയ ഗ്യാപ്പിൽ ആരും അവിടെ എന്തോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഇങ്ങനെ ആളുറങ്ങല്ല, അപ്പം ഞാൻ പിന്നെ കാവലായിട്ട് ഞാൻ കിടന്നു. ഞാനും നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എനിക്കണത് ഉച്ചയ്ക്ക് ചോറുണ്ടാറാകുമ്പോഴാണ്. ഉച്ച എന്നല്ല കേട്ടോ, 2:30-3 മണിക്കായിട്ടുണ്ടാവുകയെ. ആ ഒരു സമയത്താണ് കണ്ണനെ തുറക്കണത്. ഇന്ന് ഉച്ചത്തേക്കുള്ളത് മൊത്തം അമ്മയായിട്ട് ആക്കിയേക്കണത് കാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ കാണാൻ ഒരു ഭംഗി തോന്നില്ല, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങലക്കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം കാച്ചിണ്ടായിരുന്നു, മാങ്ങക്കറി എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ തേജു ഇതേ ആദർശിനെ പുറപ്പിടിച്ചുകൊണ്ടിരിക്കട്ടോ. ഞാനിത് കഴിച്ചിട്ട് വീണ്ടും കിടന്നുവേ. താടി തെറ്റി കണ്ടിട്ട് താടി തെറ്റിയത് പക്ഷെ വിൻചേട്ടന്റെ മുഖത്ത് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഇല്ല കേട്ടോ. അതിന് ലിപ്സ്റ്റിക് ഒന്നും കിട്ടിയിട്ടില്ല, അതാവും. ലിപ്സ്റ്റിക് കിട്ടിയില്ലെങ്കിൽ അവൻ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ്, മൂക്കിന്റെ തുമ്പും താടി സെറ്റ് ചെയ്താണ് ഇഷ്ടമായത്. ഒരു
ഇതിന് വലിയ പ്രൊമോഷനോ? ഉമ്മ വെച്ചാല് കയ്യിലാവില്ലാന്ന്. എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? ചേച്ചിന്റെ കുത്തെടുപ്പ് താടി കൂടുതൽ താടി പൊടിക്കും. അതോ അവസാനം 500 തരണ്ട കേട്ടോ. അയ്യോ നോക്ക്, ഇങ്ങനെയാണ് പോവാൻ പലരോട്ട്. ഭംഗിയുണ്ട്, രസം കേട്ടോ. ഇങ്ങനെ പുറത്തിറങ്ങി അമ്മമ്മോട് പറയും. അമ്മമ്മയുടെ അടുത്തേക്ക് പോയോക്ക്. അമ്മമ്മക്ക് അമ്മമ്മയുടെ അടുത്തേക്ക് പോയി അമ്മമ്മക്ക് ഇത് കാണിച്ചു കൊടുക്ക്. അങ്ങനെ തന്നെ നടക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട്. വീട്ടിലെ പുതിയ കുഞ്ഞാവ. അമ്മമ്മേ അമ്മമ്മേ ഒന്നങ്ങോട്ട് നോക്ക്. തേജുന്റെ മുഖത്തൊക്കെയാ നോക്ക്. തേജ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് നോക്ക്. പെൺകുട്ടികളൊക്കെ പറ്റൂ. അമ്മമ്മക്ക് ഓർമ്മ. തേജ് താടി പഠിച്ചു കൊടുക്കാൻ എന്ത് കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട്. അതായത് തേജു നമ്മുടെ ഹൈബ്രോ സെറ്റ് ചെയ്യണ ആ ഒരു പെൻസിലില്ല, അതുകൊണ്ടാണ് ഈ താടിയൊക്കെ വരച്ച് പുരുകൊക്കെ വരച്ചു കൊടുത്തേക്കണത്. കുറച്ച് പണിയാണ് അതങ്ങോട്ട് മായ്ച്ച് കളയണമെങ്കിൽ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് മായ്ച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവരിതേ പോണത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ, ചാത്തന്നൂർക്കാണ്. അതായത് വിൻചേട്ടൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ റിസപ്ഷന് വിൻചേട്ടൻ പോകണ്ട. അപ്പോൾ ആദർശിനെയും കൂട്ടിയിട്ടായിട്ട് പോണത്. ആദർശിനും അതായിട്ട് അവിടെ എല്ലാവരുമായിട്ട് കമ്പനിയാണ് കേട്ടോ നമ്മുടെ അവിടെ. അപ്പോൾ ആ രണ്ടാളും കൂടിയിട്ട് ഇത് അങ്ങോട്ടായിട്ട് പോണത്. രാത്രി റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ കേക്കൊക്കെ വാങ്ങി വരാം. കാരണം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. രാവിലെ പോകുമ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ ചൂട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു പൊലിവ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കുഞ്ഞിച്ചൊക്കെ ഉറങ്ങി എണിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ കൂടെ ദേ വർത്താനൊക്കെ പറഞ്ഞ് കിടക്കുകയാണ് തേജു, ഞാനും പിന്നെ ആരാ നമ്മുടെ കുഞ്ഞിമണിയും കൂടിയിട്ട് അല്ലേ. കുഞ്ഞിമണി നോക്കിയോ സ്വത്തുള്ളത് സ്വത്ത്. നമ്മുടെ തേജു പറഞ്ഞിട്ട് ഇത് ആര്യ പിരുകും കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊയിരം കൊടുത്തിട്ടില്ല ആയിരിക്കും. അവന് ആ തേജുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ണിക്ക് പുരുക എഴുതി കൊടുക്കാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോ അച്ഛൻ വിളക്കൊക്കെ കൊളത്തിന് അമ്പലത്തേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. അപ്പൊ ദേ കുഞ്ഞുമണി ഇതേ അമ്മമ്മയുടെ കൂടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇങ്ങനെ കിടക്കും നോക്കിയിട്ട് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കി ഇങ്ങനെ കിടക്കും. എന്റെ തേജുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ അല്ലേ പുരുകും കണ്ണൊക്കെ എഴുതിക്കണം. എന്ത് ഇഷ്ടം എന്നറിയോ? പെൺകുട്ടിനൊക്കെ ഇഷ്ടം. ആ ഉണ്ണീനും പെൺകുട്ടികളെനൊക്കെ ഇഷ്ടം തേജുവിന് ഇഷ്ടാട്ടോ. പെൺകുട്ടി ആണുണ്ണിയോളേനും പെണ്ണുണ്ണിയോളേനും ഇഷ്ടമാണെന്നാട്ടോ പറഞ്ഞത്. അപ്പൊ പിന്നെ കൂടുതൽ കണ്ണും പുരുകൊക്കെ എഴുതിയിട്ട് കാണാനേ ഭയങ്കര ഇഷ്ടാട്ടാ. അതാണ് ഈ പറയണത്. പിന്നെ നമ്മുടെ മാളു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളു അമ്പലത്തേക്ക് ഇതേ കളമ്പാട്ടിന് പോവായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഇതേ ഉണ്ണീനെ വന്നെടുത്ത് ഇതേ നോക്കി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടാട്ടോ പോയത്. കാരണം വേറെയും പിള്ളേർ വരാണ്ട്. അപ്പൊ അവരെ കാത്തിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഇതേ ഇവിടെ ഇരിക്കാട്ട ആള്. അപ്പൊ പിന്നെ അശ്വിനിമാവിടെ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. അത് കളമ്പാട്ടിൽ നിന്ന് ഭൂതക്കളാണേ. ഭൂതക്കളത്തിന് ഓരോ വേഷമൊക്കെ കിട്ടൂല, അതാട്ടാ പറഞ്ഞത്. അപ്പൊ അതേ പിന്നെ ആ മാള് പോയിട്ടോ. മാള് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇഡ്ഡലി ഉണ്ട്, പിന്നെ എന്തോ നുറുക്കുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി പിന്നെ എനിക്ക് മെയിനായിട്ട് കുറച്ച് കാപ്പി കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ കാപ്പിപ്പൊടി കുറവിട്ടിട്ട് പാല് തേജും കഴിച്ചു. അപ്പൊ അമ്മ കാപ്പിപ്പൊടി കുറവിട്ടിട്ടേ പാലായിട്ട് തന്നേക്ക്. എനിക്കാണെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ലാട്ടേക്ക്, വെറും കാപ്പിയുടെ ആയിട്ട് ഇഷ്ടം. പറ. ഞാനിപ്പോ ബിസ്ക്കറ്റ് കഴിച്ചു വരാട്ടോ. ആ ശരി പൊക്കോ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ദേവുട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവുട്ടനും അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജുവിനെ കണ്ടപ്പോൾ ഇവിടെ ഇരുന്നു കേട്ടാ. അപ്പൊ ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പോവും. അപ്പൊ ഞങ്ങളുടെ ഒപ്പം പോവാന്നും പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഇരുന്നു കേട്ടോ. മാളും ഇവരൊക്കെ പോയി. അങ്ങനെ ദേവുട്ട ഇങ്ങനെ കുറച്ചു നേരം നമ്മുടെ കുഞ്ഞിച്ചക്കന്റെ കൂടെ ഞങ്ങളെല്ലാരും കൂടി കളിപ്പിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു തേജു ചെറുപ്പത്തിലാവുമ്പോ തേജുവിന്റെ പ്രായമായിരുന്നു. തേജുവിന്റെ അത്രയ്ക്കും ഇല്ല കേട്ടോ. ദേവുട്ടന് 2 വയസ്സ് 3 വയസ്സുള്ളൂ. തേജുവിന് നമ്മുടെ കുഞ്ഞിന്റെ പ്രായമാവുമ്പോഴേ ഇതുപോലെ ദേവുട്ട ഇങ്ങനെ ചെറുപ്പത്തിൽ വന്നിരുന്ന് ഇങ്ങനെ കളിപ്പിക്കും കൈ പിടിച്ചിട്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ. അന്നും അതെ ദേവുട്ട ഇങ്ങനെ ഇനി നടന്നോട്ടുള്ള കൈയും പിടിച്ച്
ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കുക. തേജു അതേ ഇങ്ങനെ നോക്കി കിടക്കും. അപ്പൊ അതേ ദേവൂട്ടൻ വന്ന് ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കട്ടെ. അപ്പൊ ദേവൂട്ടൻ അതേ ഇങ്ങനെ നോക്കി കിടക്കട്ടെ. പിന്നെ അതേ വൈകുന്നേരം ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും ഇതേ ആദർശം മിനിഷേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സുധച്ചേച്ചില്ലേ, സുധച്ചേച്ചി കുറേ മുരിങ്ങടയിലും മുരിങ്ങക്കായൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടുത്തെ മുരിങ്ങയുടെ കൊമ്പില് നമ്മുടെ സൈഡിലേക്ക് നിൽക്കുന്നത് അതൊക്കെ വെട്ടി തളിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ വെട്ടിയപ്പോൾ അതേ കുറേ മുരിങ്ങടയിലും മുരിങ്ങക്കായും എല്ലാതും ഇതേ കൊടുത്ത് വിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പൊ അതൊക്കെ അതേ നേരെയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ഇതേ ഇങ്ങോട്ട് പോവാട്ടോ. അതായത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തേക്ക് എന്ന് പറഞ്ഞില്ല, അപ്പൊ അങ്ങോട്ട് പോവാണെന്ന്. അവിടെ കളം 2 ദിവസം കൊണ്ട് കളം കഴിയും. പക്ഷെ ഇന്ന് ഭൂതക്കളാട്ടോ, നാഗക്കളം കഴിഞ്ഞിട്ട് ഭൂതക്കളം ഉണ്ട്. ഭൂതക്കളം എന്ന് പറയുമ്പോൾ ഓരോ വേഷമൊക്കെ കെട്ടി അങ്ങനെ കോമഡി പോലെ തമാശയായിട്ട് പാട്ടൊക്കെ വെച്ച് ഒരു കോമഡി പോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ കാണാം എന്നും പറഞ്ഞിട്ട് ആദ്യം പോണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ കണ്ടിട്ടില്ലല്ലോ. തലേന്ന് പോയിട്ട് കളം കണ്ടിട്ടുണ്ടായിരുന്നു, നാഗക്കളം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ നല്ല രസമാണ്, കുറെ നേരം ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇങ്ങനെ ഇറങ്ങാട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി കുഞ്ഞിച്ചകനെ ഉറക്കാട്ടോ, തൊട്ടിയിൽ കെടുത്തിയേക്കാണേ. അപ്പൊ തൊട്ടിയിൽ കെടുത്താണെങ്കിൽ ഞാൻ ആട്ടണേ ഉള്ളൂ, ആളുറങ്ങല്ല. ആളിതേ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി നമ്മളെ അങ്ങനെ നോക്കി കെടുക്കാട്ടോ. അപ്പൊ കുറെ നേരം ഇങ്ങനെ കിടന്ന് തന്നെ അങ്ങനെ ഉറങ്ങാട്ടോ ചെയ്യുക. കുറച്ചു നേരം ഇങ്ങനെ കണ്ണുരുട്ടി കെടുക്കും, എങ്കിലും അങ്ങോട്ട് ഉറങ്ങിക്കോളും. പിന്നെ അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേവുട്ടനും തേജും ആദർശ് വിനിഷേട്ടൻ ഞങ്ങളാട്ടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ദേവുട്ടൻ്റെ സൈക്കിളായിട്ടിരിക്കണത്. അപ്പം അവൻ സൈക്കിൾ എടുത്ത് വരാമെന്നൊക്കെ പറയായിരുന്നു. വേണ്ട, നമ്മുടെ കൂടെ വന്നാൽ മതി, രാത്രിയല്ലേ. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ കയറ്റി ഞങ്ങളിതേ പോന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ തറവാട്ടമ്പലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകണില്ല കേട്ടോ. നമ്മൾ ബാക്കിൽ വെല്ലിച്ചൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ടാട്ടോ കാണണത്. അപ്പോൾ ഇവിടെ ഇതേ പരിപാടികളൊക്കെ ഏകദേശം ഇങ്ങനെ ഒതുക്കി ഇനി പരിപാടി തുടങ്ങും കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ കെടുത്തി ഫുള്ളി ഇരുട്ടായിട്ടാണ് ഇത് തുടങ്ങുക കേട്ടോ. അപ്പോൾ അതിന് എല്ലാതും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതേ കണ്ടോ കോണിയുടെ അവിടെ തൊട്ടപ്പുറത്തൊരു വെല്ലിച്ചൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ കോണിയുടെ മുകളിൽ കയറിയിരുന്ന നല്ല സൈറ്റ് ആട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് അവിടെ കയറിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ളി ലൈറ്റൊക്കെ കെടുത്തും. അവിടെ തേജു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അശ്വിനു മാമ ഗർഭിണിയായിരുന്നത്. അതാ അശ്വിനുമായിട്ട് പോണതാ പിങ്ക് ഡ്രസ്സ്. അശ്വിനുവിനെയായിരുന്നു പെൺവേഷം കിട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അർജു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നല്ല രസമായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ക്ലിപ്പൊന്നും ഞാൻ കൊടുക്കണില്ല. അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇനിയും കുറേ ഉണ്ട്. നമ്മളൊരു 11 മണിക്കായുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ ദേ വീട്ടിലെത്തിയിട്ട് പിന്നെ ചോറുണ്ണാൻ വേഗം നോക്കി. അപ്പോൾ ദേ ചോറും ആരൊക്കെ കഴിച്ചു തോന്നുന്നു കേട്ടോ. ഞങ്ങളിത് എവിടെ ഇരുന്നു, ഞാനും ദേവട്ടനും എല്ലാവരും കൂടിയിട്ട്. അപ്പം മുരിങ്ങലക്കറി, മുളക് വറുത്തത്, പിന്നെ എന്തോ പപ്പടം, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കണം കേട്ടോ. കാരണം നേരം കുറേ ആയി, നമ്മുടെ ദേവട്ടനെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ വേഗം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിനിഷേട്ടൻ കേക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ പൊണ്ടാട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനാണ് ഈ ഇരിക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് മടിയിൽ ഇതേ നമ്മൾ ഉണ്ണീനെ എടുത്താന്ന് വിചാരിച്ചിട്ടായിട്ടാണ് നിൽക്കണത്. പക്ഷേ ഞാൻ എടുത്തപ്പോഴേക്കും കുഞ്ഞിങ്ങനെ കരഞ്ഞു തുടങ്ങിയിട്ട്, അതായത് ഇങ്ങനെ ഒരു കരച്ചിലൊരു വാശി പോലെ വന്നു തുടങ്ങി. എൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ തിരിച്ചത് അങ്ങോട്ട് തന്നെ കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മളിത് കേക്ക് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇനി വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറേജ് വീഡിയോ എടുത്തിടുന്നത് സ്റ്റോറേജ് എന്തോ കഴിഞ്ഞിട്ട് നമുക്ക് കട്ടായിപ്പോയി. ബാക്കി അവൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അവളുടെ വ്ളോഗിൽ അവൾ എടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ചിലപ്പോഴേക്കും കട്ടായിപ്പോൾ ഞാൻ അത്ര മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഞങ്ങളത് എല്ലാവരും കഴിച്ചു കേട്ടോ. ഇനി നാളെ നമ്മൾ പോവൂട്ടാ. ഇപ്പം തന്നെ ഏകദേശം 12 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ നേരത്തെ പോവുകയും ചെയ്യുവേ. കാരണം ഇൻഷാട്ടിന് വർക്ക് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം പോവും. ഇപ്പം എനിക്ക് വീട്ടിൽ വന്ന നേരം പോലെ നിൽക്കാൻ പോലും ഒന്നും പറ്റില്ല. വെക്കേഷൻ ആണെങ്കിലും നിൽക്കാൻ പറ്റണില്ല കേട്ടോ. വരിക പിറ്റേ ദിവസം പോവുക, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേവൂട്ടനെ കൊണ്ടാക്കാൻ പോവാട്ടോ. ആദർശും നമ്മുടെ തേജും പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈക്കിൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം രാത്രിയല്ല ഇനി ഓടിച്ച് അവൻ കൊണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഇനി അവൻ അവിടെ കൊണ്ടാക്കൂട്ടോ. അതായത് നമ്മുടെ മാളുവില്ലേ, മാളുവിൻ്റെ അനിയനാണ്. അപ്പോൾ പാപ്പൻ്റെ അവിടേക്കും കുറച്ച് കേക്കൊക്കെ ഒരു പാത്രത്തിലാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നൂട്ടാ. വന്നിട്ട് ഇനി നമ്മൾ കെടുക്കും. വിരിച്ചെല്ലാം റെഡി ആക്കിയിട്ട് കെടുക്കൂട്ടോ. തേജുവിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് നിൽക്കണം എന്നുണ്ട് കേട്ടോ ആഗ്രഹം. പക്ഷെ അവനെ നിർത്തിപ്പോയി ശരിയാവില്ല കേട്ടോ. എപ്പോഴും അവനുണ്ടാവും. പക്ഷെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ വിളി തുടങ്ങൂട്ടോ. അമ്മ വീട്ടിലെത്തിയോ, എന്തെങ്കിലും വരിക, എന്നാൽ തിരിച്ചു വരിക, ഇങ്ങനെ
അങ്ങനെ ചോദ്യമായിരിക്കും, നമ്മൾ പോകുമ്പോഴുള്ള വിഷമനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ ഇവനെ നിർത്തിപ്പോയി ശരിയാവില്ല കേട്ടോ. അതാട്ട് എപ്പോഴും അത് കമൻറ്റിൽ വന്ന് എല്ലാവരും ചോദിക്കും എന്താ തേജുവിനെ നിർത്തി അവിടെയെന്ന്. അപ്പോൾ ഇതന്നെയാണ്, എല്ലാം കൂടി അമ്മയ്ക്കും അമ്മമ്മയ്ക്കും മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളും കുറച്ചൊക്കെ കണ്ടറിയണ്ടേ, അതാണ്. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ ഇത് എണിച്ച് നമ്മളത് ചായ കുടിച്ചിട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ തേജുവിനെ വേഗം കുളിപ്പിച്ചിട്ട് ഇത് അമ്മ നൂൽപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു, പിന്നെ കാപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തേജുവിന് കഴിക്കാൻ കൊടുത്തിട്ട് അവിടെ വെച്ച് ഇരുത്തിയിട്ടുണ്ട്. അവൻ വേഗം കഴിക്കണം. പിന്നെ വിൻചേട്ടൻ്റെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പം അച്ഛനും ആദർശം ഇതേ വേഗം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അവ അതേ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നിൽക്കൂട്ടാ. പിന്നെ അതേ ഞാനും വേഗം കഴിച്ചു. പിന്നെ അച്ഛൻ ഇതേ പോയിട്ടോ അമ്പലത്തേക്ക്, തറവാട്ടിക്ക്, അതായത് അവിടെ കളം നടക്കണില്ല. അപ്പം അച്ഛൻ ഇതേ രാവിലെ കുളി കഴിഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോവും. പിന്നെ രാത്രി കുളിക്കാനായിട്ട് വരുള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ആവട്ടെ. ഇനി രാത്രി കുളിക്കാനേ വരുള്ളൂ. അപ്പം അച്ഛനോട് ഞങ്ങളത് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞതേ അച്ഛനും പോയിട്ടാ. ഇനി ഞങ്ങളും ഇത് കഴിഞ്ഞ് ഇറങ്ങും. അപ്പം ഞങ്ങൾ ഇറങ്ങണേക്കാൾ മുന്നേ നമ്മുടെ ഉണ്ണീനെ അതേ വണ്ടിയിലൊക്കെ ഒന്ന് കയറ്റാന്ന് വിചാരിച്ചിട്ടാ. അപ്പം മിൻചേട്ടനും ആദർശം വണ്ടി എടുക്കാൻ പോയേക്കാണ്. പിന്നെ ആരെയും വണ്ടി കണ്ടിട്ടില്ലല്ലോ, രാത്രി അങ്ങനെ കൊടുന്ന് അവിടെ ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനിതേ ഇതിനെ എടുത്തോട്ടോ ഇനി വണ്ടിയിൽ കയറ്റണം. അപ്പം അമ്മമ്മയും കണ്ടിട്ടില്ല, അപ്പം അമ്മമ്മേനെയും കയറ്റണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് റംബൂട്ടാൻ എന്തോ നമ്മുടെ അപ്പുറത്തുനിന്ന് സീന ചേച്ചിയോടെ നെയ്യും. അപ്പം അവിടുത്തെ കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റംബൂട്ടാൻ. അപ്പം അത് അമ്മമ്മതി അവന് പൊളിച്ചു കൊടുത്തതാണ്. ചെക്കത് ഈ ഉറക്കത്തുനിന്ന് എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് സുന്ദരി മണിയായിട്ട് ഇത് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ക്യാമറയ്ക്കൊന്നും അല്ല കേട്ടോ നോക്കണത്, കാരണം എൻ്റെ ഫോണിൻ്റെ ആ ഒരു കവർ ഓറഞ്ച് കളറല്ലേ, അങ്ങനത്തെ നല്ല കളറുകൾ കണ്ട് അതിലേക്ക് ഇങ്ങനെ നോട്ടം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാട്ടോ നോക്കണത്. അങ്ങനെ അതേ ഉണ്ണീനെ എടുത്ത് അമ്മമ്മേനെയും കൂട്ടിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി ഒരു റൗണ്ട് അടിക്കുക വെച്ചിട്ടാട്ടോ നമ്മുടെ ഈ മോളിൽ കൂടെ. അപ്പം അമ്മേനെ ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പം അമ്മ അവിടെ പണിയിലാണ്. അപ്പം അമ്മ ഇല്ല, അമ്മ കയറിയതല്ലേ അമ്മമ്മയും കൊണ്ടൊന്ന് പൊക്കോന്നും പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങാട്ടാ. അപ്പോൾ അതേ ആദർശാട്ടാ വണ്ടി ഓടിക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ അവിടെ കയറാൻ നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. എനിക്കാണെങ്കിൽ ഉണ്ണീനെ എടുത്തിട്ട് കയറാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ, കാരണം ഉണ്ണീനെ അങ്ങനെ എടുത്തിട്ട് കയറിയിട്ട് പരിചയമില്ല എനിക്ക്. പിന്നെ ഇത് കുറച്ച് ഹൈറ്റുള്ള കാരണം നമ്മളിങ്ങനെ പിടിച്ച് കയറി തന്നെ വേണേ. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടിയിട്ട് ഇതേ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ആകെ കൂടിയുള്ള ഒരു ചെറിയ വിഷമം എന്താണെന്നറിയോ, ഞാനൊരു വണ്ടി എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ കേട്ടോ വീട്ടിൽ കൊടുത്തിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം നമുക്ക് ആ വീട്ടിൽ അത്ര സ്പേസ് ഇല്ലല്ലോ നമ്മുടെ വീട്ടിലിടാനുള്ളത്, കാരണം ഈ കനാലൊക്കെ കാരണം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ, വീടിൻ്റെ മുറ്റത്ത് ഇടാൻ പറ്റണില്ല. അപ്പം നമ്മൾ അപ്പുറത്ത് ഒരു ചേട്ടൻ്റെ വീട്ടിലായിട്ട് ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി ഇടാൻ പറ്റാത്തതിൻ്റെ. അങ്ങനെ ഇതേ നമ്മൾ റൗണ്ടൊക്കെ അടിച്ച് വന്ന് ഇതേ തിരിച്ച് വന്ന് അമ്മമ്മേനെയും ആര്യനെയും ഇതേ ഇവിടെ ഇറക്കിയിട്ടോ. ഇനിയിപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മളിനി നമ്മുടെ വീട്ടിൽ കേട്ടോ ചാത്തന്നൂർക്ക് പോവുകയാണ്. ചാത്തന്നൂരിൽ നിന്നാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർ ആ ഒരു സ്ഥലം പറയണത്. ഡിസ്ട്രിക്റ്റ് വരിക പാലക്കാടാണ് കേട്ടോ, പട്ടാമ്പി ചാത്തന്നൂർ കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ മാതാവിൻ്റെ അവിടെ പൈസ ഇട്ടു കേട്ടോ. ഞാൻ നമ്മുടെ ആര്യയുടെ ഡെലിവറിയുടെ ടൈമിലും ഇവിടെ അങ്ങനെ പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു കേട്ടോ, ഇതെന്താ മുസ്ലിംസിൻ്റെ ഇതിലൊന്നും വിശ്വാസമില്ലേ എന്ന്. അതുകൊണ്ടല്ലേക്ക് 3 മതത്തിലും വിശ്വാസമുള്ള ഒരാളാണ്. നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഏരിയയിൽ ഹിന്ദുസും ക്രിസ്ത്യൻസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പള്ളിയും അമ്പലം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഏരിയയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ആയ കാരണം ഇവിടെയും അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലും പ്രാർത്ഥിക്കും, ഇത് കൂടെ പോകുമ്പോൾ ഇവിടെ ഒന്ന് പള്ളിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ തൊഴിലില്ല ഇങ്ങനെ അങ്ങനെ തൊഴുതു പോകും കേട്ടോ. മുസ്ലിം പള്ളി കണ്ട് അവിടെയും തൊഴാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഇടണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇവിടെ ഏരിയയിൽ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ക്രിസ്ത്യൻ പള്ളിയായിട്ട് അങ്ങനെ ഇതുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു നേർച്ച പോലെ ഇടുന്നത്. അത് വിശ്വാസം. എനിക്ക് 3 ദൈവങ്ങളിലും എല്ലാ ദൈവത്തിലും വിശ്വാസമുള്ള ഒരാളാട്ടെ, അല്ലാതെ ഇതിൽ മാത്രമേ വിശ്വാസമുള്ളൂ അങ്ങനെയൊന്നും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ഇട്ടത് നേർച്ച. പിന്നെ എൻ്റെ അമ്മ അതേട്ടോ അവിടെ അങ്ങനെ പോകുമ്പോൾ മാതാവിൻ്റെ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു വിശ്വാസമാണ്, എല്ലാത്തിലും വിശ്വാസമുണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ അതേ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി പിന്നെ തീരെ വയ്യാട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലേ. വീട്ടിലെത്തി ആകെ ഒരു മടി പോലെ ആയിരുന്നു, കാരണം ഒന്നാമത് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇത് അങ്ങനെ ചായ കുടിച്ച് നേരെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് നല്ല പണി ഉണ്ടാവും, അടിച്ചൊരു തുടക്കലും വെക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചൂടത്ത് ഉഷ്ണിച്ചൊരു വിധവും. അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ നിന്നില്ല. ഇവിടെ എത്തി പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കാം, കാരണം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ എൻ്റെ രാവിലത്തെ ആ റുട്ടീൻ കഴിഞ്ഞിട്ട് കുളിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ പോരുകട്ടോ ചെയ്തത്. അങ്ങനെ ഇതേ വണ്ടിയൊക്കെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇത് സൈഡാക്കി കൊടുത്തിട്ട് കുറേ പേര് ഈ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു വ്യൂ എടുത്തത്. ഇനി വേറെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ 56 അന്നത്തുള്ള 56ൻ്റെ വ്ളോഗായിട്ടാട്ടോ ഞാൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇനി ആ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.